അന്ന് എൻ്റെ പ്രാർത്ഥനാമുറിയിൽ ആ ഒരു ധ്വനി ഞാൻ കേട്ടപ്പോൾ ബൈബിൾ മടക്കി വെച്ചിട്ട് ഞാൻ പ്രാർത്ഥനാമുറിയിൽ എണീറ്റിട്ട് ഞാൻ എൻ്റെ അപ്പനോട്, അപ്പാ ഞാൻ ഇറങ്ങുക. എൻ്റെ അപ്പൻ ചോദിച്ചു, എടാ എങ്ങനാ? ജസ്റ്റ് ബിലീവ് ടു ഗോഡ്, ജസ്റ്റ് ബിലീവ് ടു ഗോഡ്. ഇന്ന് വരെ ഇവിടെ നിന്ന് വേദപുസ്തകം പ്രസംഗിക്കുമ്പോൾ ഇന്ന് വരെ പറയാം, ഒന്നിനും മുടക്ക് വരുത്തിയിട്ടില്ല അപ്പൻ. ഒരു കാര്യത്തിനും മാസം റെന്റിന് മുടക്കം വന്നിട്ടില്ല. എൻ്റെ ജീവിതത്തിലെ ഒരു കാര്യങ്ങൾക്കും മുടക്കം വരുത്തിയിട്ടില്ല. 3 വർഷം BTech പഠിച്ചു. എങ്ങനെയാ പഠിച്ചേ അറിയില്ല. 5 പൈസ ഇല്ല, പട്ടിണി ആയിട്ടുണ്ട്. അപ്പനോട് പറഞ്ഞിട്ടില്ല, അപ്പ എനിക്ക് കഴിക്കാൻ വേണം, നിർബന്ധം പിടിക്കാൻ പോയിട്ടില്ല. പപ്പായിക്ക് വയ്യാതെ വന്നപ്പോൾ ഞാൻ കരഞ്ഞ ഒറ്റ കാര്യമുള്ളൂ. പപ്പായിക്ക് വയ്യാതെ വന്നപ്പോൾ ആശുപത്രി കൊണ്ടുപോകാൻ ചിലവില്ലാതിരുന്നപ്പോൾ ഞാനത് കരഞ്ഞു പോയി. അന്ന് സ്വർഗം എന്നോട് പറഞ്ഞു, തന്നെത്താൻ ത്യജിച്ച് എൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട്. ആ പദത്തിൻ്റെ അർത്ഥം എന്നെ പഠിപ്പിച്ചു. ത്യജിക്കുക, വാട്ട് ഡസ് മീൻ ദാറ്റ്? എന്താ ഞാൻ ത്യജിക്കണ്ടേ? നിന്നെ പലതും ത്യജിക്കേണ്ടി വരും. അന്നും ഞാൻ പ്രാർത്ഥനാ മുറിയിൽ കയറി ഇരുന്ന് കരഞ്ഞു. അന്ന് തൊട്ട് ഇന്ന് വരെ എൻ്റെ അപ്പനാ രോഗം പിന്നെ ഉണ്ടായിട്ടില്ല. ഒറ്റ വാക്കി പറയും, ഇന്ന് 29-30 വയസ്സുണ്ട്. ദൈവം വിശ്വസ്തൻ, ദൈവം വിശ്വസ്തൻ. ആമേൻ. അന്ന് തൊട്ട് ഇന്ന് വരെ ഇത് പ്രസംഗിക്കുമ്പോഴും ഒരു മടിയില്ല. വിവാഹാലോചനകൾ ഒത്തിരി വന്നു. എല്ലാവരും വീടില്ല എന്ന് പറഞ്ഞ ആലോചനകൾ മാറിപ്പോയപ്പം നെവർ എവർ വറി അബൌട്ട് ദാറ്റ്. എനിക്കറിയാം ദൈവം വിശ്വസ്തനാണ്. ഞാൻ ഒരു ഫോൺ കോളിൻ്റെ പറയും, ലാസ്റ്റ് ഫോൺ കോൾ ഒന്ന് മടുത്തു. എല്ലാവരും കാര്യങ്ങൾ കേൾക്കുമ്പോൾ പിന്നെ വിളിക്കാമേ എന്ന് പറഞ്ഞ് വെച്ചപ്പോൾ ഞാൻ അപ്പനോട്, അപ്പാ ഞാൻ ആ മാട്രിമോണിയിലെ പരസ്യം കളയാൻ പോവാ. എനിക്കൊരു കാര്യം ഉറപ്പാ, അത് കളയുന്നത് കെട്ടാതിരിക്കാനല്ല, ദൈവം തരും. സ്തോത്രം. കാര്യം ഈ ഫോൺ കോൾ വന്നിട്ട് ഈ പിന്നെ വിളിക്കാന്ന് പറഞ്ഞേക്കാട്ടും നല്ലതാ. വെയിറ്റ്, ദൈവത്തിൻ്റെ പാതപീടെ ഇരിക്കുക. ഇതങ്ങ് ചെയ്തു എന്ന് വെച്ചാൽ നിർബന്ധ ബുദ്ധിയൊന്നും പറഞ്ഞില്ല, കരഞ്ഞുമില്ല. കർത്താവ് എനിക്ക് വേണം നിർബന്ധിച്ചൊന്നും വിളിക്കാനൊന്നും പോയില്ല. പക്ഷെ സാഹചര്യങ്ങൾ മാറി മാറി വന്നു. വീട്ടിലെ അവസ്ഥകളെ ദൈവം അറിയുന്നുണ്ടല്ലോ. ദൈവം അങ്ങ് ഒരുക്കി. ഞാൻ പറഞ്ഞു വന്നത്, വിശ്വസ്തയോടെ അനുഗമിപ്പാനും ചുവട് വെക്കാനും തയ്യാറാണെങ്കിൽ നമ്മെ ശുശ്രൂഷയുടെ ഏതു പാന്താവുകളിലും ഏതു ദേശത്തും ഏതു സമൂഹത്തും ദൈവം ഉണർത്താൻ ശക്തനാണ്. പോട്ടെ. അപ്പം രാഹാബ് എന്ന് പറഞ്ഞ സ്ത്രീ ഒറ്റ പദം പറഞ്ഞുള്ളൂ, ഞങ്ങളെ എന്ത് ചെയ്യണം? രക്ഷിക്കണം. എങ്ങനെ രക്ഷിച്ചേ? സിമ്പിൾ കാര്യം. ഞങ്ങൾ ഈ ദേശം നശിപ്പിക്കാൻ വരുമ്പോൾ നിന്റെ വീടിൻ്റെ മുൻപിൽ ഒരു ചുമന്ന നൂലടയാളം. ന്യൂ ടെസ്റ്റ്മെന്റ് വ്യാഖ്യാനം, ക്രിസ്തു രക്തമടയാളം. ആരുടെ വിശ്വാസമാ? രാഹാബിൻ്റെ വിശ്വാസമാ. കണ്ടോ? ഒറ്റ ഒരാളുടെ വിശ്വാസത്തിന് ഒരു കുടുംബത്തെ ആദരിക്കാൻ ദൈവത്തിന് അറിയാമെങ്കിൽ, ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളുടെ വിശ്വാസത്തിൽ കുറഞ്ഞു പോകരുത്. നിങ്ങളുടെ വിശ്വാസത്തിന് കേടുപാടുകൾ സംഭവിക്കരുത്. ധൈര്യത്തോടെ മുന്നോട്ട് പോകാ, ധൈര്യത്തോടെ പ്രാർത്ഥന പോരാളിയാകാ, ധൈര്യത്തോടെ അനുസരണത്തിൽ മുന്നേറാ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, നിശ്ചയം. അപ്പോൾ അനുസരണം എന്ന വിഷയത്തിലേക്ക് നോക്കിയപ്പോൾ ഒന്ന് എനിക്ക് മനസ്സിലായി, ആത്മീയ വളർച്ചയുടെ മേഖല തന്നെ അനുസരണമാണ്. ഞാൻ പറയാം, ഏദൻ തോട്ടത്തിനകത്ത് ദൈവശബ്ദം കേൾക്കാൻ കഴിവുള്ള മനുഷ്യനായിരുന്നു ആദാം, അല്ലേ? ദൈവത്തിൻ്റെ കാലൊച്ചയെ കേൾക്കാൻ കഴിവുള്ളവനായിരുന്നു ആദാം. പക്ഷെ അനുസരണക്കേട് സംഭവിച്ചപ്പോൾ അവന് നഷ്ടപ്പെട്ടു പോയത് എന്താ? ഇന്ന് ഏറ്റവും പേര് ആഗ്രഹിക്കുന്ന കാര്യമാണ്, ദൈവശബ്ദം നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ ഒരു മനുഷ്യനുണ്ട് വേദപുസ്തകത്തിൽ. ആദാമിന് നഷ്ടപ്പെടാൻ കാര്യം എന്നാ? പാപമാണ്. നമ്മൾ പോലെ അനുസരണക്കേടാ. എന്താ അനുസരണക്കേട്? ചെയ്യരുതെന്ന് പറഞ്ഞ് നീ ചെയ്തു, അതുകൊണ്ട് നിനക്ക് നഷ്ടമായി പോയത് എന്താ? നിന്റെ ആത്മീക മെന്റാലിറ്റി നഷ്ടപ്പെട്ടു പോയി. ഇന്ന് രാത്രി ഇതിനകത്ത് പ്രവചിക്കാൻ കഴിവുള്ളവരുണ്ട്, കൃപാവരത്തെ ജ്വലിപ്പിക്കാൻ കഴിവുള്ളവരുണ്ട്. പക്ഷെ അത് ഉയരാത്തതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, അന്യഭാഷ മാത്രം പോരാ, പ്രാർത്ഥന മാത്രം പോരാ,
ക്രിസ്തുവിന്റെ വചനത്തെ അനുസരിക്കുവാനും അതേപോലെ ജീവിതത്തെ ഒതുക്കുവാനും ജീവിക്കുവാനും കഴിഞ്ഞാൽ നിന്റെ കൃപാവരത്തെ ജ്വലിപ്പിക്കാൻ ദൈവത്തിന് അറിയാമെന്നതാ സത്യം. പലരും ഞാൻ കേട്ടിട്ടുണ്ട്, പലരും നല്ല കൃപാവര ശുശ്രൂഷയിലേക്ക് ജ്വലിച്ച് വരും, പക്ഷെ അങ്ങ് ഒതുങ്ങിപ്പോവും. കാര്യം എന്താ? അവർക്ക് പ്രാർത്ഥിക്കാനും അന്യഭാഷ പറയാനും ഇഷ്ടമാണ്, അനുസരിക്കുന്ന കാര്യത്തിൽ അവരെ കൊണ്ട് പറ്റത്തില്ല. പിണക്കം കാണിക്കല്ലേ അച്ചായ എന്ന് പറഞ്ഞാലും അമ്മ 3 ദിവസമെങ്കിലും കുറഞ്ഞ് പിണങ്ങിയിരിക്കും. വേദപുസ്തകം എന്താ പഠിപ്പിക്കുന്നത്? സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് നിന്റെ കൂട്ടുദാസനോടോ സഹോദരനോടോ നിനക്ക് വല്ലതും ഉണ്ടെങ്കിൽ, വല്ല എതിർപ്പുണ്ടോ എന്നോട്? സ്തോത്രം. നിങ്ങൾ വളരാനാണ് പറയുന്നത് കേട്ടോ. സ്തോത്രം. വളരണം, ജ്വലിച്ച് നിൽക്കണം. നിങ്ങളുടെ അടുക്കൽ ഒരുത്തം വന്നാൽ അവൻ്റെ ദേഹത്ത് മണ്ഡലങ്ങളുണ്ടെങ്കിൽ ഇറങ്ങി മാറുന്ന പക്വതയിൽ നിങ്ങൾ വചനത്തിൽ നിൽക്കണം. അങ്ങനെ നിന്ന അധികം പ്രാർത്ഥനയ്ക്കാണോ ബലമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും പ്രാർത്ഥനയേക്കാൾ ബലം അനുസരണത്തിനാണ്. പക്ഷെ അപ്പം ചോദിക്കും, പാസ്റ്ററെ പ്രാർത്ഥിക്കാതെ അനുസരിക്കാൻ പറ്റുമോ? ഇല്ല, പ്രാർത്ഥിച്ചാലേ അനുസരിക്കാൻ പറ്റൂ. കാര്യം കർത്താവ് പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി ഏത് ജാതിയാ? ഇപ്പം പറയും, പക്ഷേ അവിടെ ശിഷ്യന്മാർ കമന്ന് കടന്നു കൂടി ഒരു ഭൂതം പുറത്ത് പോയില്ല, അതുകൊണ്ടാണ് കർത്താവ് അങ്ങനെ പറയുന്നത് പറയും. ഒരിക്കലും അപ്പച്ചന്മാരായിട്ട് അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്, അതല്ല എൻ്റെ വ്യാഖ്യാനം. ഏതാ ജാതി? പാസ്റ്റർ പറയും അനുസരണക്കേടെന്ന ജാതി, അവിശ്വാസം എന്ന ജാതി, നമ്മുടെ ശരീരത്തിൽ കുടികൊണ്ടിരിക്കുന്ന ജഡത്തിൻ്റെ ജാതി. ഇതിനെ പിഴുതുമാറ്റി കളഞ്ഞാൽ ഒരു മണ്ഡലവും ഒരുത്തിൻ്റെ മുൻപിലും ഒരു സഭയുടെ മുൻപിലും നിലകൊള്ളുകയില്ല എന്നതാണ് സത്യം. അപ്പം അനുസരണത്തിന് ഇമ്പോർട്ടൻ്റ് ഉണ്ടോ? ഉണ്ട്. ഇനിയും നിങ്ങൾ ഏലിയോട് ചോദിക്കണം, ഏലിയേ എന്താ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോയേ? ദൈവത്തിൻ്റെ ആത്മാവ് ശമൂവേലിനോട് പറഞ്ഞൊരു ദൂതുണ്ട്. എന്താ പറയുന്നറിയാവോ? അവൻ മക്കളെ ശാസിക്കായ കൊണ്ട് കണ്ടോ. ആമേൻ. അപ്പോൾ അനുസരണത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ദൈവദാസന്മാർ മക്കളെ ശാസിക്കണം. മക്കളെ ശാസിക്കണം. ശാസിക്കുന്നില്ല എങ്കിൽ മക്കൾ വഴിതെറ്റിപ്പോയിട്ട് ദൈവമല്ല ഉത്തരവാദി. മക്കൾക്ക് അപകടങ്ങളും അനർത്ഥങ്ങളും വന്നുപോയാൽ ദൈവമല്ല ഉത്തരവാദി. നിങ്ങൾ ശാസിക്കേണ്ട സമയത്ത് ശാസിക്കായതുകൊണ്ടാണ് അങ്ങനെ അനർത്ഥം നിന്റെ ഭവനത്തിൽ കടന്നു വരാനിടയാകുന്നത്. അല്ലേ? എലീശ എങ്ങനെ മരണപ്പെട്ടെ? എലീശയുടെ മക്കളെങ്ങനെ മരണപ്പെട്ടെ? എന്താ റീസൺ? ഒന്ന് വായിച്ചേ. 1 ശമൂവേൽ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. 2:13. ഈ പുരോഹിതന്മാർ ജനത്തോട് ആചരിച്ച വിധം എങ്ങനെയെന്നാൽ വല്ലവരും ഒരു യാഗം കഴിക്കുമ്പോൾ മാംസം ഒറ്റ മിനിറ്റ് സഹോദരൻ, ഒറ്റ മിനിറ്റ്. ഇതൊന്നും പ്രിപ്പയർ അല്ലാത്ത കാര്യങ്ങൾ ഇതിനകത്ത് ഇങ്ങനെ വന്നപ്പോൾ 3:12. ഞാൻ ഏലിയുടെ ഭവനത്തെക്കുറിച്ച് അരുളി ചെയ്തൊക്കെയും കണ്ടോ? ആ പദം ശ്രദ്ധിച്ചേ. മാതാപിതാക്കളെ, മക്കളെ സ്നേഹിക്കണം. ദാറ്റ്സ് ഗുഡ്. ശാസിച്ചമർത്തുന്നില്ല എങ്കിൽ ഏലി വില കൊടുത്തതുപോലെ വില കൊടുക്കേണ്ടി വരും. ഇന്നത്തെ കാലവും അങ്ങനെ. അയ്യോ പാസ്റ്റർ പ്രാർത്ഥിക്കാഞ്ഞിട്ടാന്ന് പറഞ്ഞാൽ കാര്യമുണ്ടോ? ഇന്ന് ഏറ്റവും കൂടെ ടെൻഷൻ ആർക്കാണെന്നറിയോ? ഞാൻ 3 വർഷമായിട്ട് സഭയിലെ പാസ്റ്ററാണ്. ഞങ്ങൾക്കാ ടെൻഷൻ. എന്താ ടെൻഷൻ? നിങ്ങളുടെ എല്ലാ വേദനകളും ആവലാദികളും നിങ്ങൾ ഞങ്ങളോട് വന്ന് പറയും. പറയരുതെന്നല്ല പറയുന്നത്, പറയണം, നല്ലതാ. പക്ഷേ എത്ര എണ്ണത്തിന് ന്യായമുണ്ട്? എത്ര കേസിന് ന്യായമുണ്ട്? നാളെക്കുറിച്ച് വിചാരപ്പെടരുതെന്ന് വേദപുസ്തകം പഠിപ്പിക്കുമ്പോൾ ദൈവമക്കളുടെ ഒട്ടനവധി വിഷയങ്ങൾ നാളെക്കുറിച്ചുള്ളതാണേ. നിങ്ങൾ എന്നെ ഇന്ന് ഓടിക്കുമെന്ന് തോന്നുന്നു. സ്തോത്രം. ഇപ്പോൾ പാസ്റ്റർ വിചാരപ്പെട്ടോ? അതിനകത്ത് നിങ്ങളുടെ ജീവിതത്തെ പാഴാക്കി കളയരുത്. പ്രാർത്ഥനാ മുറിയിൽ എന്താ പറയുന്നത്? സകലത്തിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും യാചനയാലും എന്തു ചെയ്യണം? സ്തോത്രത്തോടെ അപേക്ഷിക്കുക. ഞാൻ പറയാം, കർത്താവ് പ്രാർത്ഥന പഠിപ്പിക്കുക ഒറ്റ പദം കൂടെ പറയണം. നിങ്ങൾ പ്രാർത്ഥിക്കും മുമ്പേ. അങ്ങനെയല്ലേ പദം? അങ്ങനെയല്ലേ പാസ്റ്ററെ? അച്ഛാ, ഇവിടുന്ന് ഇപ്പം അങ്ങോട്ട് ഇറങ്ങിപ്പോകുമ്പം എന്തു സംഭവിക്കുമെന്ന് ദൈവത്തിനറിയാം.
കാര്യം ദൈവത്തിന് ഫോർ നോളജ് എന്നൊരു വിഷയമുണ്ട്, മുന്നറിവ്. അപ്പം നാളെക്കുറിച്ച് വിചാരപ്പെടുന്നത് ഇന്ന് രാത്രി നിർത്തിക്കോണം. അത് നിമിത്തമാണ് BP ഗുളിക കഴിക്കുന്നെങ്കിൽ അത് നീ തന്നെ വരുത്തിയ രോഗമാണ്. അതും നിമിത്തം ആ ശരീരത്ത് ബലഹീനത കയറി നിൽക്കുന്നെങ്കിൽ അത് നിങ്ങൾ തന്നെ വരുത്തുക. ഇന്ന് രാത്രി അതിനെ വിട്ട് കളഞ്ഞാൽ ആരോഗ്യത്തോടെ വീട്ടിൽ പോകാം. സ്തോത്രം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ ഒരു ദൂത് പറയാം. നിന്റെ ശരീരത്തെ വലിഞ്ഞു മുറുക്കുന്ന രോഗമണ്ഡലങ്ങൾ, രോഗശക്തികൾ ശരീരത്തിൽ ഉണ്ടായി വരുന്ന ആൻസൈറ്റി നിമിത്തമാണെങ്കിൽ, ആവലാതി നിമിത്തമാണെങ്കിൽ, ഇന്ന് രാത്രി തിരുവെഴുത്ത് പ്രകാരം വിളിച്ചു പറയട്ടെ, ദൈവത്തിൽ വിശ്വാസം കുറഞ്ഞു പോയതാണ് അതിൻ്റെ കാരണം. നിന്റെ ജീവിതം, നിന്റെ തലമുറകൾ നാശത്തിലേക്ക് പോകുന്നു എന്നുള്ള ആൻസൈറ്റിയുടെ മേലെയുള്ള കാരണം വിശ്വാസവും പ്രാർത്ഥനയും കുറഞ്ഞു പോയതാണ് എന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി ആരോടോ ആത്മാവിൽ വിളിച്ചു പറയുകയാ. അതുകൊണ്ട് ഉപദേശ രൂപേണ പറയട്ടെ, ഭവനത്തിനകത്ത് പ്രാർത്ഥന അന്തരീക്ഷത്തെ ഒരുക്കി വിശ്വാസത്തിന്റെ ജീവിതത്തെ പണിതെടുക്കാൻ, മെനഞ്ഞെടുക്കാൻ തയ്യാറായാൽ ഏതെല്ലാം വിഷയം കുഴഞ്ഞു മറിഞ്ഞ് ഭവനത്തിനകത്ത് കടന്നാലും നിന്നെ നശിപ്പിക്കുമെന്നും തലമുറകളെ അപഹരിച്ചു കൊണ്ടുപോകുമെന്ന് പിശാചി എത്രമാത്രം വെല്ലുവിളിക്കുന്ന വെല്ലുവിളികളാണേലും ദൈവവചനേ തിരുവെഴുത്തിനെ മുൻനിർത്തിക്കൊണ്ട് വിളിച്ചു പറയട്ടെ, അവൻ അനുസരിക്കുന്നത് ഈ യാഗത്തെക്കാൾ നല്ലതാണെങ്കിൽ, വിശ്വസിക്കുന്നത് ശ്രേഷ്ഠകരമാണെങ്കിൽ, നിന്റെ ആവശ്യങ്ങളെ മുടക്കാതെ നടത്താൻ, നിന്നെ ജയാളിയാക്കി നിർത്താൻ എന്റെ ദൈവം, നമ്മുടെ വിശ്വസ്തൻ തന്നെ. ആ ദൈവം മതിയായവൻ തന്നെ. എന്റെ വാക്കുകൾക്ക് അടിവരയിടുകയാണ്.